UPSC സിവിൽ സർവീസസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷന് ഏറ്റവും അധികം ചോദ്യങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഏരിയയാണ് യൂണിയൻ എക്സിക്യൂട്ടീവിനകത്ത് നമ്മൾ പഠിക്കാറുള്ള ഓഫീസ് ഓഫ് ദി ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ 2025 ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ ഒരു ലാസ്റ്റ് ലെഗ് പ്രിപ്പറേഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏരിയാസ് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അതിനകത്ത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ ആ ഏരിയയിൽ നിന്ന് UPSC ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ വർഷത്തെ പ്രിലിംസിന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ചില ഏരിയാസ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് മേ ബി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാൻ പറ്റുന്ന അല്ലെങ്കിൽ UPSCക്ക് നിങ്ങളെ കുഴക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഏരിയാസിനകത്തൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദി ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ഹൈ ഇമ്പാക്റ്റ് ഏരിയാസ് ഒന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓഫീസ് ഓഫ് ദി പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമുക്കൊരു 30 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 1 hourലോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അല്ല ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ടോപ്പിക്കിൽ നിന്ന് UPSC ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചില ഏരിയാസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഏരിയയാണ് പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻസും അതേപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരു 2013 തൊട്ടുള്ള UPSC പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുള്ളത് പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. അത് ഈ 2026 പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 2027 അതായത് അടുത്ത വർഷം ഇന്ത്യയിൽ അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷം അടുത്ത വർഷമായിട്ട് എന്തായാലും പ്രിലിംസിന് ഈ ഇലക്ഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വാളിഫിക്കേഷൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള വളരെ ഈസിയർ ആയിട്ടൊരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 58 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുക. 2, 35 ഇയേഴ്സ് ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. മൂന്നാമതായിട്ട് ലോക്സഭയിലെ ഒരു ഇലക്റ്റഡ് മെമ്പറായിട്ട് മാറാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. ആൻഡ് നാലാമതായിട്ട് സെൻറ്ററിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ യൂണിയൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ മറ്റുള്ള ഏതെങ്കിലും പബ്ലിക് അതോറിറ്റീസിൻ്റെ കീഴിൽ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ആർട്ടിക്കിൾ 58 പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ ചില രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ US പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രസിഡൻ്റായിട്ട് മാറണമെങ്കിൽ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം നിർബന്ധമാണ്. ഇപ്പോൾ US അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മാറണമെങ്കിൽ അമേരിക്കയിൽ ജന്മം മൂലം പൗരത്വം കിട്ടിയിട്ടില്ല, അവിടെ ജനിച്ച് പൗരത്വം കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. അവിടുത്തെ ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസൺ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിൽ സെറ്റിൽഡായി അവിടുത്തെ പൗരത്വം എടുത്തിട്ടുള്ള ഒരാൾക്ക് അമേരിക്കയിൽ പ്രസിഡന്റ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ ഇനെലിജിബിൾ ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഏത് തരത്തിൽ പൗരത്വം നേടിയ ഒരാളായിരിക്കണം എന്ന് ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഏതൊരാളും ഈ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസും കൂടി മീറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ആർ എലിജിബിൾ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ് ദാറ്റ് ഹി ഷുഡ് ബി ഇലക്റ്റഡ്. ഓക്കെ, പക്ഷേ പ്രസിഡന്റ് ആവാൻ എലിജിബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിസണ് പോലും ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് മാറാൻ യോഗ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും എന്താണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഈ പ്രസിഡന്റിൻ്റെ
കേസിൽ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കണമെങ്കിൽ മറ്റുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ചില ഓഫീസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ യൂണിയൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ കീഴിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് മന്ത്രിയായിരിക്കുക എന്നുള്ളത്, മന്ത്രിസ്ഥാനം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ MLA, MLC, MP സ്ഥാനങ്ങൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. ഓഫീസ് ഓഫ് ഗവർണർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാതെ തന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പറയുന്ന യോഗ്യതകൾ കൂടാതെ പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 ക്രൈറ്റീരിയാസും കൂടി ഫുൾഫിൽ ചെയ്യണം. അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് ആക്ടിലാണ്. അപ്പോൾ ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇത് കൂടാതെ 2 അഡീഷണൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഒന്ന്, അയാളുടെ നോമിനേഷൻ പേപ്പർ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകളിൽ 50 പേര് പ്രപ്പോസേഴ്സ് ആയിട്ടും 50 പേര് സെക്കൻഡേഴ്സ് ആയിട്ടും സർട്ടിഫൈ അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതായത് സാധാരണഗതിയിൽ നമ്മളൊരു ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് നാമനിർദ്ദേശ പത്രിക കൊടുക്കും, അതിനെയാണ് നോമിനേഷൻ പേപ്പർ എന്ന് പറയാം. അപ്പോൾ അതിൽ ആ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ പ്രപ്പോസേഴ്സ് ആയിട്ടും സെക്കൻഡേഴ്സ് ആയിട്ടും സൈൻ ചെയ്യണം. അത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ കേസിൽ 50-50 വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രപ്പോസേഴ്സ് ആയിട്ടും സെക്കൻഡേഴ്സ് ആയിട്ടും സൈൻ ചെയ്യേണ്ടത് സാധാരണക്കാരല്ല, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. സോ പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്തുള്ള ഇലക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇലക്റ്റഡ് MLA-മാരും ഇലക്റ്റഡ് MP-മാരുമാണ്. അപ്പോൾ ഇതിൽ 50 പേരുടെ സൈൻ പ്രപ്പോസേഴ്സ് ആയിട്ടും 50 പേരുടെ സെക്കൻഡേഴ്സ് ആയിട്ടും കിട്ടുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. അപ്പോൾ നോൺ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഒരു 15,000 റുപ്പീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കണം എന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള പൈസ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചു കിട്ടും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ട് ദാറ്റ് യു ആർ either won the election or lost the election. ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതിനകത്ത് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള വാലിഡ് വോട്ട്സിലെ 1/6 വോട്ടെങ്കിലും സെക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ ഈ പറയുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടും. പക്ഷേ ഈ 1/6 വോട്ട് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പൈസ ഫോർഫീറ്റ് ആയി പോകുമെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ പ്രസിഡന്റിന്റെ ഇലക്ഷനും ഇലക്ഷന്റെ മാനറുമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓഫീസ് ഓഫ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് UPSC ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ഇതാണ്. ഓക്കെ, പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ 2026 നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ബിക്കോസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് 2027 അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റിനകത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടക്കുന്നത്, ആ ഇലക്ഷന്റെ മാനർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 54 പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 55 ഇലക്ഷൻ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ മാനർ ഓഫ് ദി ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 54 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, പ്രസിഡന്റിനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രൽ കോളേജിനകത്ത് 3 വിഭാഗം ആളുകളാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിലെ ഇലക്റ്റഡ് MP-മാർ. ഇലക്റ്റഡ് MP-മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലെ ഇലക്റ്റഡ് MP-മാരുണ്ടാവും, രാജ്യസഭയിലെ ഇലക്റ്റഡ് MP-മാരുണ്ടാവും. ഇപ്പോൾ രാജ്യസഭയിലെ MP-മാരെ ജനങ്ങൾ ഡയറക്റ്റ്ലി ഇലക്റ്റഡ് അല്ലെങ്കിലും രാജ്യസഭയിലെ 245 MP-മാരിൽ 243 MP-മാരും ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. സോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ, ഇലക്റ്റഡ് MP-മാർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ പാർലമെന്റിൽ ഇലക്റ്റഡ് MP-മാർ, അപ്പോൾ നിലവിലെ അവസ്ഥയിൽ പാർലമെന്റിൽ ഇലക്റ്റഡ് MP-മാരായിട്ടുള്ളത് ലോക്സഭയിലെ എല്ലാ മെമ്പേഴ്സും ഇലക്റ്റഡ് ആണ്, 543 മെമ്പേഴ്സും ഇലക്റ്റഡ് ആണ്. രാജ്യസഭയിലെ 233 ആളുകൾ ഇലക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം രാജ്യസഭയിലെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സിന് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. 2019 വരെ നമ്മുടെ ലോക്സഭയിൽ 2 നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അന്ന് അവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് കൂടി മനസ്സിലാക്കുക. നിലവിലെ അവസ്ഥയിൽ ലോക്സഭയിലെ എല്ലാ മെമ്പേഴ്സിനും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാം, രാജ്യസഭയിലെ 12 പേര് ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും, കാരണം അവരെല്ലാവരും ഇലക്റ്റഡ് ആണ്. ഇനി രണ്ടാമത്തത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ
ഇലക്റ്റഡ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇലക്റ്റഡ് MLAs എന്ന് വിളിക്കാം. ഓക്കെ, സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ചില സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടാവും. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവും. പക്ഷേ അവർക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഇലക്റ്റഡ് ആണോ നോമിനേറ്റഡ് ആണെന്നുള്ളത് ദാറ്റ് ഡസൻ മാറ്റർ. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. ഇനി മൂന്നാമത്തത്, ഇത് കൂടാതെ 1992 70th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് ഡൽഹിയിലെയും അതേപോലെ പുതുച്ചേരിയിലെയും ഇലക്റ്റഡ് MLAമാർക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സ്റ്റേറ്റുകളല്ല, യൂണിയൻ ടെറിട്ടറീസ് ആണ്. അപ്പോൾ ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസിലെയും ഇലക്റ്റഡ് MLAമാർക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് 1992 70th അമെൻമെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഈ ഇലക്ഷൻ നടത്തുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 55 അനുസരിച്ച് പ്രസിഡന്റിന്റെ ഇലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതേപോലെ തന്നെ പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റീസ്, ഇവിടെ എല്ലായിടത്തും ഇലക്ഷൻസിന് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ്, FPTP സിസ്റ്റമാണ്. പക്ഷേ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോലെ, വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോലെ, രാജ്യസഭ ഇലക്ഷൻ പോലുള്ള ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട് ചെയ്യുന്നത് ഒരാളെയാണ്. ഓക്കെ, നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ ഈ ഇലക്ട് ചെയ്യപ്പെടുന്ന ആൾക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടണം, അതായത് മോർ ദാൻ 50% വോട്ട്സിന്റെ സപ്പോർട്ട് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കുള്ളതുകൊണ്ടാണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെയും ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും ഇലക്റ്റഡ് MLAമാരും ഇന്ത്യൻ പാർലമെന്റിലെ ഇലക്റ്റഡ് MPമാരും വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലെ MPമാരും MLAമാരും റെപ്രസെന്റ് ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണത്തിനകത്ത് വളരെ വൈഡ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളുടെയും വോട്ടിന് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ 2026 പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 26 ശേഷം വരാൻ പോകുന്ന അടുത്ത സെൻസസോട് കൂടിയിട്ട് ഈ വാല്യൂവിനകത്ത് മാറ്റം വരും. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ MLAമാരുടെയും MPമാരുടെയും വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം MLAമാരുടെ വോട്ടിൻ്റെ വാല്യൂ ആണ് കണക്കാക്കുന്നത്. അത് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് കണക്കാക്കുക. ഒരു സംസ്ഥാനത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് MLAs, ഓക്കെ, ഇൻറ്റു 1/1000 എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLAമാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുക. അപ്പോൾ കേരളത്തിലെ ഒരു MLAയുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുമ്പോൾ കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ കേരളത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് MLAs ഇൻറ്റു 1/1000. അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിലെയും MLAമാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കും. അപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷൻ വേരി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വോട്ടിൻ്റെ വാല്യൂ വലിയ രീതിയിൽ വേരി ചെയ്യും. ഉദാഹരണത്തിന് UP പോലുള്ള സംസ്ഥാനങ്ങളിലെ ഒരു MLAയുടെ വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 200 ആണ്. പക്ഷേ സിക്കിമിലേക്ക് വരുന്ന സമയത്ത് അത് ലെസ് ദാൻ 10 ആണ്. ഓക്കെ, മാസീവ് ആയിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കേസ്, ഈ MLAമാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് MPമാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കും. MPമാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLAs. ഓക്കെ, ഇന്ത്യയിലെ എല്ലാ MLAമാരുടെയും വോട്ടിൻ്റെ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് MPs. ഓക്കെ, അതായത് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിലെയും 2 യൂണിയൻ ടെറിട്ടറീസിലെയും MLAമാരുടെ മൊത്തം വോട്ടിൻ്റെ വാല്യൂവിൻ്റെ അഗ്രഗേറ്റ് എടുക്കും. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് MPs വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് ഒരു MPയുടെ വോട്ടിൻ്റെ വാല്യൂ കിട്ടുക. ഇനി ഇതിൻ്റെ ചില
ആഫ്റ്റർ എഫക്റ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചില റിസൾട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അത് UPSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കുക, ഈ രീതിയിലാണ് MLA-മാരുടെയും MP-മാരുടെയും വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലെ എല്ലാ MLA-മാരുടെയും വോട്ടിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ കേരളത്തിലെ 140 MLA-മാരുടെയും വോട്ടിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ MLA-നെ മറ്റൊരു ഇൻഡിവിജ്വൽ MLA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദേ വിൽ ബി ഹാവിങ് ഈക്വൽ വാല്യൂ. പക്ഷേ ഇന്ത്യയിൽ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റുകൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർ സ്റ്റേറ്റ് കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ വേരി ചെയ്യും. ഇപ്പോൾ സിക്കിമിലെ MLA-യുടെ വോട്ടിൻ്റെ വാല്യൂ അല്ല ഉത്തർപ്രദേശിലെ ഒരു MLA-ക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു സംസ്ഥാനത്തിനകത്തുള്ള MLA-മാരുടെ എല്ലാവരുടെയും വോട്ടിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാലും ഒരു MLA-യുടെ വോട്ടിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഇപ്പോഴും ഒരു MP-യുടെ വോട്ടിനുണ്ടാവും. കാരണം ഇന്ത്യയിൽ ഏകദേശം 3000 എന്തോ MLA-മാരുണ്ട്. അത്രയും MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ 700 പ്ലസ് വരുന്ന MP-മാരുടെ വോട്ട് വെച്ചിട്ട് MP-മാരുടെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു MP-യുടെ വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ഹയർ ദാൻ ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ആൻ MLA. ഓക്കെ, ഇനി ഇന്ത്യയിലെ ടോട്ടൽ MP-മാരുടെ വോട്ടിൻ്റെ വാല്യൂ, ഓക്കെ, ഇന്ത്യയിൽ രാജ്യസഭയിലും ലോക്സഭയിലും മൊത്തം ഇലക്റ്റഡ് MP-മാരുടെ വോട്ടിൻ്റെ മൊത്തം വാല്യൂ ഇന്ത്യയിലെ ടോട്ടൽ MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു സംസ്ഥാനത്തിനകത്തുള്ള MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ വേരി ചെയ്യും. ഒരു MLA-യുടെ വോട്ടിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഒരു MP-യുടെ വോട്ടിനുണ്ടാവും. ടോട്ടൽ MP-മാരുടെ വോട്ടിൻ്റെ ടോട്ടൽ വാല്യൂ MLA-മാരുടെ വോട്ടിൻ്റെ ടോട്ടൽ വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം MLA-മാരുടെ വോട്ടിൻ്റെ ടോട്ടൽ വാല്യൂ വെച്ചിട്ടാണ് MP-മാരുടെ വോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം അത് പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂസ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. പിന്നുള്ളത് ഞാൻ പറഞ്ഞു, ഈ MLA-മാരുടെ വോട്ടിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് ഓരോ സംസ്ഥാനത്തിലെയും പോപ്പുലേഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് ലേറ്റസ്റ്റ് സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ ഫിഗേഴ്സ് അനുസരിച്ചാണ് MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കേണ്ടത് എന്നാണ്. പക്ഷേ 1976-ലെ 42nd അമെൻമെൻറ്റിലൂടെ ഇതിനകത്തൊരു കണ്ടീഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വരാൻ പോകുന്ന 25 വർഷത്തേക്ക്, ദാറ്റ് മീൻസ് ടിൽ 2001 വരെ 1971-ലെ പോപ്പുലേഷൻ സെൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ 1971-ലെ സെൻസസ് ഫിഗേഴ്സ് ആയിരിക്കും MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ 25 വർഷത്തെ മൊറട്ടോറിയം എഗെയിൻ 2001-ലെ 84th അമെൻമെൻറ്റിലൂടെ 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2026 വരെ ഇന്ത്യയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 71-ലെ സെൻസസ് ഡാറ്റയാണ്. അതായത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഒരു MLA-യുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആ സംസ്ഥാനത്തിൽ 71-ലെ സെൻസസ് അനുസരിച്ചിട്ടുള്ള പോപ്പുലേഷനാണ്. പക്ഷേ 2026-ന് ശേഷം നടക്കാൻ പോകുന്ന പുതിയ സെൻസസ് ഡാറ്റ വരുമ്പോൾ ആ പുതിയ സെൻസസ് ഡാറ്റ വെച്ചിട്ടായിരിക്കും ഇനി തൊട്ട് MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുക. ദാറ്റ് മീൻസ് 2027-ലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുമ്പോഴേക്കും ഈ വോട്ടിൻ്റെ വാല്യൂവിനകത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അൺലെസ് ഇറ്റ് ഈസ് ഫെർദർ എക്സ്റ്റെൻഡഡ് ബൈ അനദർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതിനുള്ള സാധ്യത നിയർ ടു 0 ആണ്. ഓക്കെ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഓൾറെഡി ഇത് 50 years കഴിഞ്ഞ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് വോട്ടിൻ്റെ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ്റെ കേസ്. ഇനി അടുത്തത് പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഫൈനൽ സേ, അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് ആൻഡ് ഫൈനൽ പവർ ഉള്ളത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്കാണ്. അതായത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്കാണ് ഇതിനകത്ത് എക്സ്ക്ലൂസീവ് പവർ ഉള്ളത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് കേൾക്കാൻ പറ്റൂ. ഇതിൻ്റെ ഫൈനൽ അതോറിറ്റിയും സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് പറയുന്ന കാര്യമാണ് ഇതിനകത്ത് അവസാന തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള കാരണത്താൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ്റെ കേസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയയാണ് പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് നോർമലായിട്ട് ഒരു 5 year ടേന്യൂർ കൊടുത്തിട്ടുണ്ട്. അതായത് എന്നാണോ അദ്ദേഹം പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്ന് തൊട്ട് 5 വർഷമാണ് പ്രസിഡന്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ ഈ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയെ ലംഘിച്ചതിൻ്റെ പേരിൽ
ഇന്ത്യൻ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് ഒരു ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറിലൂടെ പുറത്താക്കാം എന്ന് ആർട്ടിക്കിൾ 56 പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 56 പറയുന്ന ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 61 അപ്പോൾ ആർട്ടിക്കിൾ 61 പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ ഓർത്തിരിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുക പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. ഈ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഈ വൈസ് പ്രസിഡന്റിൻ്റെ റിമൂവലിൻ്റെ കേസിലും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ റിമൂവലിൻ്റെ കേസിലൊക്കെ മീഡിയാസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കോമൺ പാർലമെന്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്രസിഡന്റിൻ്റെ റിമൂവലിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 61 എങ്ങനെയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംപീച്ച് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് വയലേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ എന്താണ് വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ മീനിങ് എന്നുള്ള കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതൊരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ടേമാണ്. ഇനി എങ്ങനെയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ പ്രൊസീജിയർ? അപ്പോൾ വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ പ്രസിഡന്റിനെതിരായിട്ടൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ, ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ആ മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഒന്ന്, ആ ഇംപീച്ച്മെൻറ്റ് മോഷൻ അവതരിപ്പിക്കുന്നതിന് 14 ഡേയ്സ് മുൻപായിട്ട് പ്രസിഡന്റിനെ ഇക്കാര്യം അറിയിച്ചിരിക്കണം, ഒരു 14 ഡേ പ്രയർ നോട്ടീസ് കൊടുക്കണം. 2, ആ ഇംപീച്ച്മെൻറ്റ് മോഷൻ ഏത് സഭയിൽ അവതരിപ്പിക്കണമെങ്കിലും ആ സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ, ആ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 1/4 മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 25% മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് പാസ്സാക്കാനല്ല പറയുന്നത്, ഈ മോഷൻ അവതരിപ്പിക്കണമെങ്കിലാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ആ സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇംപീച്ച്മെൻറ്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് ഈ ഇംപീച്ച്മെൻറ്റ് മോഷനുള്ള അവതരണാനുമതി നിഷേധിക്കാൻ അല്ലെങ്കിൽ ഇതിനുള്ള സാങ്ഷൻ കൊടുക്കാതിരിക്കാൻ, പെർമിഷൻ ഡിനൈ ചെയ്യാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പറ്റും. പക്ഷേ ഈ പ്രൊസീജിയറൊക്കെ പാലിച്ചു എന്ന് വെച്ചാൽ 14 ഡേ പ്രയർ നോട്ടീസ് കൊടുത്തു, 1/4 മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്, പ്രിസൈഡിംഗ് ഓഫീസർ പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ സഭയിൽ ഇംപീച്ച്മെൻറ്റ് മോഷൻ അവതരിപ്പിക്കപ്പെടും. അവതരിപ്പിച്ചതിന് ശേഷം ആ സഭ എന്ത് ചെയ്യണം? ആ സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 2/3 മെജോറിറ്റിയിൽ, ഓക്കെ, ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 2/3 മെജോറിറ്റിയിൽ ആ പ്രമേയം പാസ്സാക്കണം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന റെസൊല്യൂഷൻസിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി വേണ്ട റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പോലും ഇത്രയും വലിയ മെജോറിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെങ്കിൽ പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ 2/3 മെജോറിറ്റി ഉണ്ടായിരിക്കണം. അത് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50% കൂടുതലായിരിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ അതല്ല പറയുന്നത്, ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 2/3 മെജോറിറ്റിയിൽ ആദ്യത്തെ സഭ ഇത് പാസ്സാക്കണം. അപ്പോൾ ആദ്യത്തെ സഭ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സഭയിലേക്ക് മോഷൻ അല്ലെങ്കിൽ ഈ റെസൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സഭ എന്ത് ചെയ്യണം? ഈ പ്രസിഡന്റിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ സഭ ഈ ചാർജ് ഉന്നയിച്ചു, രണ്ടാമത്തെ സഭ അത് അന്വേഷിക്കണം. അപ്പോൾ ഇത് അന്വേഷിക്കുന്ന സമയത്ത് പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ പക്ഷം പറയാനുള്ള അവസരം കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ പ്രൊസീജിയർ ആണെന്നാണ് പറയുക. പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ പക്ഷം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷന് ശേഷം രണ്ടാമത്തെ സഭയും എന്ത് ചെയ്യണം? ഇതേ മെജോറിറ്റിയിൽ, ദാറ്റ് മീൻസ് 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർ ഓഫ് ദി ഹൗസിൻ്റെ മെജോറിറ്റിയിൽ രണ്ടാമത്തെ സഭയും ഈ മോഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അങ്ങനെ രണ്ടാമത്തെ സഭയും എന്നാണോ ഈ റിമൂവൽ മോഷൻ പാസ്സാക്കുന്നത് അതോടുകൂടി പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രസിഡന്റും ഇത്തരത്തിൽ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രസിഡന്റിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് വളരെ വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ലെഗ് പ്രിപ്പറേഷൻ്റെ സമയത്ത് വീണ്ടും പഠിക്കേണ്ട കാര്യമില്ല. നമ്മളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും അധികം ചാൻസ് ഉള്ള ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 75 അനുസരിച്ച്
ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കേസിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്റർ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നതേ പറയുന്നുള്ളൂ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ക്വാളിഫിക്കേഷനോ ഇതിനൊരു പ്രൊസീജിയറോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. പകരം അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി കൺവെൻഷൻസ് ആണ്, അല്ലെങ്കിൽ പാർലമെന്ററി പ്രൊസീഡൻസ് ആണ്. അപ്പോൾ അതനുസരിച്ച് ലോക്സഭയിൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിൽ മെജോറിറ്റി മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ട് ആർക്കാണോ കിട്ടുന്നത് അയാളെ മാത്രമേ പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരാൾക്കും അങ്ങനെ മെജോറിറ്റി സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഹങ് അസംബ്ലി എന്ന് പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സഭയിൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പ്രസിഡന്റിന് തോന്നുന്ന ഒരാളെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. എന്നിട്ട് അദ്ദേഹത്തിനോട് ഭൂരിപക്ഷം തെളിയിക്കാൻ പറയാം. അതായത് ആ സമയത്ത് ഒരു മെജോറിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, സിറ്റുവേഷണലായിട്ടുള്ള ഡിസ്ക്രിഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റും. സാഹചര്യവശാലുള്ള വിവേചനാധികാരം എക്സസൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് അസെൻറ്റ് ടു ബില്ലാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ ചില സമയങ്ങളിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ പ്രസിഡന്റിന്റെ മുന്നിൽ വന്നാൽ പ്രസിഡന്റ് ആ ബില്ലിന് മുകളിൽ പ്രസിഡന്റിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ 201 അപ്പോൾ ആർട്ടിക്കിൾ 111 പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ പ്രസിഡന്റിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 111 അനുസരിച്ച് പ്രസിഡന്റിന് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ആ ബില്ലിന് അസന്റ് കൊടുക്കാം. അസന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കാം. ആ ബില്ല് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും, നിയമമാവും. രണ്ടാമത്തത് അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യാം. അതായത് ഈ ബില്ലിന് ഞാൻ അസന്റ് തരില്ല എന്ന് പറയാം. സോ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് വീറ്റോ എന്നുള്ള വാക്കൊന്നും നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റില്ല. വിത്ത്ഹോൾഡിങ് അസന്റ് എന്നേ കാണാൻ പറ്റും. അപ്പോൾ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് റിജക്ട് ചെയ്തു എന്നാണ് അർത്ഥം. അബ്സല്യൂട്ട് വീറ്റോ യൂസ് ചെയ്തു എന്നാണ് അർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ബില്ല് അതോടുകൂടി അവസാനിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ, മണി ബില്ല് അല്ലാത്ത ബില്ലുകളാണെങ്കിൽ അത് സഭയിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. മണി ബില്ലുകൾ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. മണി ബില്ല് അല്ലാത്ത ബില്ലുകൾ സഭയിലേക്ക് തിരിച്ചയക്കാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് താൽക്കാലികമായിട്ടുള്ളൊരു വീറ്റോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ചെയ്ത ബില്ല് വീണ്ടും പാർലമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് അമെൻമെന്റിലൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാറ്റങ്ങൾ മേ ബി വരുത്താം, വരുത്താതിരിക്കാം. പക്ഷെ രണ്ടാമത് വീണ്ടും പാർലമെന്റ് ആ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പാടില്ല, അസന്റ് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു മെഷറാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് ആർട്ടിക്കിൾ 111 അനുസരിച്ച് പ്രസിഡന്റിനുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു ബില്ല് പ്രസിഡന്റിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകത്താണ് പ്രസിഡന്റ് ആ ബില്ലിന്റെ മുകളിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് 4ാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് ഈ ബില്ലിൻ്റെ പുറത്ത് തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം പ്രസിഡന്റിന് ഈ ബില്ല് കൈവശം വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തൊരു വീറ്റോ ഉണ്ട്. അത് ക്വാളിഫൈഡ് വീറ്റോ ആണ്. അത് US പ്രസിഡന്റിന് മാത്രമുള്ളൊരു വീറ്റോ ആണ്. അതായത് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ല് പ്രസിഡന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടിയൊരു മെജോറിറ്റിയിൽ ലെജിസ്ലേച്ചർ അത് വീണ്ടും പാസ്സാക്കിയാൽ മാത്രമേ പ്രസിഡന്റ് അസന്റ് കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നതാണ് ക്വാളിഫൈഡ് വീറ്റോ. ഇന്ത്യയിൽ അതില്ല. ഇനി സമാനമായിട്ട് ആർട്ടിക്കിൾ 201 അനുസരിച്ച് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളുടെ മുകളിലും പ്രസിഡന്റിന് ഇത്തരത്തിലുള്ള അധികാരം കിട്ടും. അതായത് സാധാരണഗതിയിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഒരു ബില്ലിന് അസന്റ് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവർണറാണ്. പക്ഷെ ചില സമയത്ത് സംസ്ഥാന ഗവർണർക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യാം. അങ്ങനെ ഗവർണർ റിസർവ് ചെയ്തിട്ടുള്ള ബില്ലുകളിൽ പ്രസിഡന്റിനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 201 പറയുന്നത്. അപ്പോൾ ഇവിടെയും സെയിം അധികാരമാണ്. അസന്റ് കൊടുക്കാം, അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യാം, മണി ബിൽ അല്ലാത്ത ബില്ലാണെങ്കിൽ റിട്ടേൺ ചെയ്യാം, ടൈം പീരീഡ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പോക്കറ്റ് വീറ്റോ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലിൽ നിന്നുള്ള ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കേസിലുള്ള ഈ റിട്ടേൺ ആണ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ല് പ്രസിഡന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ
വിത്തിൻ 6 മന്ത്സിനകത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആ ബില്ല് റീകൺസിഡർ ചെയ്യണം എന്ന് നിർബന്ധമാണ്. പാർലമെന്റിന് ഇങ്ങനെ ഒരു നിബന്ധനയില്ല. രണ്ടാമത്തത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് റിട്ടേൺ ചെയ്തൊരു ബില്ല് വീണ്ടും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കി പ്രസിഡന്റിന് മുന്നിൽ രണ്ടാമതും വന്നാലും പ്രസിഡന്റിന് പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പാടില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് ഒരൊറ്റ തവണയെ പ്രസിഡന്റിന് റിട്ടേൺ ചെയ്യാൻ പറ്റൂ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ബില്ലിന്റെ കേസിൽ പ്രസിഡന്റിന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ തിയറട്ടിക്കലി ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര തവണ വേണമെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ. കാരണം ഇത് കഴിഞ്ഞ വർഷം വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ഗവർണർക്കും പ്രസിഡന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളുടെ മുകളിലുള്ള ഈ ഒരു അധികാരം. ഇപ്പോൾ 2025 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിലിൽ ഒരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2025 പ്രിലിംസിന് ഈ വീറ്റോ പവേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബില്ലുകളെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള കാരണം. പക്ഷേ 2025 സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത്, സെപ്റ്റംബറിലാണോ ഒക്ടോബറിലാണോ എനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് ഈ ഏപ്രിലിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനകത്ത് ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ മുന്നിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ വിളിക്കാറുള്ളത് സ്പെഷ്യൽ റെഫറൻസ് എന്നാണ്. അപ്പോൾ അതിനകത്ത് സുപ്രീം കോടതി ചില ക്ലാരിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ടൈം ഫ്രെയിം ഒന്നും ഫിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാരണം കൊണ്ട് ഈ ഏരിയയിൽ നിന്നൊരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മറ്റൊന്ന് ഓർഡിനൻസ് മേക്കിംഗ് പവറാണ്. ആർട്ടിക്കിൾ 123 പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറാണ്. അപ്പോൾ ആർട്ടിക്കിൾ 123 അനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിന് നിയമനിർമ്മാണാധികാരമുള്ള ഏത് സബ്ജക്റ്റിലും ഇന്ത്യൻ പ്രസിഡന്റിന് ടെമ്പററി ലോസ് ആയിട്ടുള്ള ഓർഡിനൻസുകൾ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഓർഡിനൻസുകൾ ഇഷ്യൂ ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം പാർലമെന്റിനുള്ള ഒരു പാരലൽ പവർ അല്ല. കാരണം പാർലമെന്റിന്റെ സഭാ സമ്മേളനങ്ങൾ നടക്കാത്ത സമയത്ത് മാത്രമേ, നമുക്ക് സഭാ സമ്മേളനം ഒന്നും നടക്കുന്നില്ല, അത്യാവശ്യമായിട്ടൊരു നിയമം വേണം തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ഈ ഓർഡിനൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അടുത്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് 6 ആഴ്ച വരെയാണ്. അപ്പോൾ 2 പാർലമെന്റ് സമ്മേളനങ്ങൾക്കിടയിലുള്ള മാക്സിമം ഗ്യാപ്പ് 6 മന്ത്സ് ആയതുകൊണ്ട് തന്നെ 6 മന്ത്സ് സംടൈംസ് പ്ലസ് 6 വീക്സ് ആണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി, പരമാവധി കിട്ടുന്ന കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റിന് നോർമലി ലെജിസ്ലേറ്റീവ് പവറുള്ള ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ പ്രസിഡന്റിന് പാർലമെന്റിന്റെ സഭാ സമ്മേളനങ്ങൾ നടക്കാത്ത സമയത്ത് ഓർഡിനൻസുകൾ ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓർഡിനൻസുകളുടെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മാക്സിമം പോയാൽ കിട്ടുന്നത് 6 മന്ത്സ് പ്ലസ് 6 വീക്സ് ആണ്. കാരണം അടുത്ത പാർലമെന്റ് സമ്മേളനം വരുമ്പോഴേക്കും ഈ ഓർഡിനൻസ് പാർലമെന്റിൽ അവതരിപ്പിച്ച് ബില്ലായിട്ട് പാസ്സാക്കണം എന്നുണ്ട്. അപ്പോൾ ഇത് പാർലമെന്റ് സമ്മേളനം തുടങ്ങി 6 ആഴ്ചക്കകത്ത് ചെയ്താൽ മതി എന്നുണ്ട്. അപ്പോൾ 2 പാർലമെന്റ് സമ്മേളനങ്ങൾക്കിടയിലുള്ള മാക്സിമം ഗ്യാപ്പ് 6 മന്ത്സ് ആണ്. അപ്പോൾ 6 മന്ത്സ് പ്ലസ് 6 വീക്സ് ആണ് പരമാവധി ഒരു ഓർഡിനൻസിന് കിട്ടുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നോർമലി അത് കിട്ടില്ല. കാരണം ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 3 പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള പവറാണ്, അല്ലാതെ ഒരു പാരലൽ പവർ അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് പ്രസിഡന്റിന്റെ പാർഡനിങ് പവേഴ്സ് ആണ്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിനുള്ള ഒരു പ്രധാനപ്പെട്ട ജുഡീഷ്യൽ പവറാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ എന്ന് പറയുന്നത്. അതായത് കോടതികളോ കോർട്ട് മാർഷലുകളോ ശിക്ഷിച്ചിട്ടുള്ള കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 72 ഈ പാർഡനിങ് പവറിനെ കുറിച്ച് പറയുന്നത്. ഈ പാർഡനിങ് പവർ പ്രസിഡന്റിന് എക്സസൈസ് ചെയ്യാൻ പറ്റിയ 3 കേസുകളിലാണ്. ഒന്ന്, യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും, ഈ കേന്ദ്രത്തിന്റെ അധികാര പരിധിപ്പെടുന്ന സബ്ജക്റ്റുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പ്രസിഡന്റിന് പറ്റും. രണ്ടാമതായിട്ട് ഡെത്ത് സെന്റൻസിന്റെ കേസിൽ, വധശിക്ഷ കിട്ടിയിട്ടുള്ള എല്ലാ കേസുകളിലും അദ്ദേഹത്തിന് പാർഡനിങ് പവർ എക്സസൈസ് ചെയ്യാം. മൂന്നാമത്തത് മിലിറ്ററി കോർട്ട് മാർഷലുകളുടെ കേസാണ്. അത് സൈനിക കോടതികൾ ശിക്ഷിച്ചിട്ടുള്ള ആളുകളുടെ കേസിലും പ്രസിഡന്റിന് പാർഡനിങ് പവർ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പാർഡനിങ് പവറിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റിന് 5 തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തത്, ആളുകളെ പാർഡൻ ചെയ്യാൻ പറ്റും. പാർഡൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷയിൽ നിന്നും ആ ശിക്ഷ കാരണം കിട്ടുന്ന ഡിസബിലിറ്റിയിൽ നിന്നും പരിപൂർണമായിട്ടും അയാളെ മുക്തനാക്കുന്നതാണ് പാർഡനിങ് പവർ, ഒരാളെ വെറുതെ വിടുക. ഓക്കെ, രണ്ടാമത്തത് കമ്മ്യൂട്ടേഷനാണ്. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുത്തിട്ടുള്ള ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുന്നതാണ് കമ്മ്യൂട്ടേഷൻ. അതായത് ശിക്ഷയുടെ സ്വഭാവം മാറ്റും, ഒരു സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റിനെ ലൈറ്റർ ഫോം ഓഫ് പണിഷ്മെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമാക്കി കുറക്കുന്നു, 2 വർഷം തടവ് ശിക്ഷ എന്നുള്ളത് ഒരു ഫൈൻ ആക്കി കുറക്കുന്നു. ഇതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്
റെമിഷനാണ്. റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശിക്ഷയുടെ സ്വഭാവം മാറ്റാതെ ആ ശിക്ഷയുടെ കാലാവധി കുറക്കും. ഇപ്പം ജീവപര്യന്തം തടവിനുള്ള ശിക്ഷ എന്നുള്ളത് 10 വർഷമായിട്ട് കുറക്കുന്നു. ഇതാണ് റെമിഷൻ. പിന്നുള്ളത് റെസ്പൈറ്റ് ആണ്. റെസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളാൽ, എന്തെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് ഉണ്ട്, ഇപ്പോൾ പ്രഗ്നൻസി, ഓൾഡ് ഏജ്, അസുഖങ്ങൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് കാരണം ആളുകൾക്ക് ശിക്ഷകൾ കൊടുക്കുന്നതാണ് റെസ്പൈറ്റ്. അവസാനത്തത് റിപ്രൈവ് ആണ്. റിപ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്നതാണ്. ടെമ്പററി സ്റ്റേ ഓൺ എക്സിക്യൂഷൻ ഓഫ് എ പണിഷ്മെൻ്റ് ആണ് റിപ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 5 തരത്തിലുള്ള പാർഡണിങ് പവേഴ്സ് ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഈ 3 കാര്യങ്ങളാണ് പ്രസിഡന്റിന് പാർഡണിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റുക. പിന്നെ നിങ്ങൾ ഈ വർഷം ശ്രദ്ധിച്ചു നോക്കി പോകേണ്ട ഒരു ഏരിയ ആർട്ടിക്കിൾ 143 ആണ്. അതിനുള്ള കാരണം ഈ ഗവർണർമാർക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളുടെ മുകളിലുള്ള അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2025 ഏപ്രിലിൽ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റിനകത്ത് ക്ലാരിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 അനുസരിച്ച് കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു സ്പെഷ്യൽ റെഫറൻസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിധി, ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് സുപ്രീം കോടതി അടുത്ത കാലത്തായിട്ട് 2025 അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പൊളിറ്റിയിലൊക്കെ കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് പ്രസിഡന്റിനുള്ള സുപ്രീം കോടതിയിലെടുത്ത് കാര്യങ്ങൾ റെഫർ ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 143 അനുസരിച്ച് പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ 2 വിഷയങ്ങളിലാണ്. ഒന്ന്, എ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട് വിച്ച് ഹാവ് പബ്ലിക് ഇമ്പോർട്ടൻസ്. അതായത് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ അല്ലെങ്കിൽ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി, എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സിമിലർ ഇൻസ്ട്രുമെൻറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഡ്വൈസ് ആർട്ടിക്കിൾ 143 അനുസരിച്ച് ചോദിക്കാം. ആർട്ടിക്കിൾ 143 പറയുന്നത് സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ കേസിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്റ്റിൻ്റെ കേസിലാണ് അഡ്വൈസ് ചോദിക്കുന്നതെങ്കിൽ അതിൽ അഡ്വൈസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അഡ്വൈസ് കൊടുക്കാതിരിക്കാം. പക്ഷേ രണ്ടാമത്തെ കേസിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസ്, എഗ്രിമെൻറ്റുകൾ, സനദുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രസിഡന്റ് അഡ്വൈസ് ചോദിക്കുന്നതെങ്കിൽ സുപ്രീം കോടതി അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഏത് വിഷയത്തിലാണെങ്കിലും സുപ്രീം കോടതി പ്രസിഡന്റിന് അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു അഡ്വൈസ് മാത്രമാണ്. ഇത് പ്രസിഡന്റിൽ ബൈൻഡിങ് അല്ല. ഇത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് കണക്കാക്കുകയില്ല. ഇത് സുപ്രീം കോടതിയുടെ ഒരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കുള്ളൂ. ഇപ്പോൾ ബറൂബാറി യൂണിയൻ കേസ്, ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്ന ഗവർണറുടെ കേസ്, ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ വന്നിട്ടുള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷനിൽ വന്നിട്ടുള്ള കേസുകളാണ്. അതേപോലെ തന്നെ 3rd ജഡ്ജസ് കേസ് ഒക്കെ ഇത്തരത്തിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് വന്നിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചു. പിന്നുള്ളത് പ്രസിഡന്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് ആണ്. അപ്പോൾ പ്രസിഡന്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് സ്വന്തം നിലക്ക് ആലോചിച്ച് തീരുമാനമെടുത്ത് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡന്റ് ഡസൻ ഹാവ് എനി കൈൻഡ് ഓഫ് ഡിസ്ക്രിഷൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റിൻ്റെ അധികാരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 74 ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും പ്രൈം മിനിസ്റ്റർ നേതൃത്വം നൽകുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവുന്നു. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. അതായത് ഇവർ പറയുന്നതനുസരിച്ച് പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്നർത്ഥം. ഇത് സുപ്രീം കോടതിയും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റിന് ഒരിക്കലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ 1976 42nd അമെൻമെൻറ്റ് ആക്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റിൽ ബൈൻഡിങ് ആക്കിയിട്ടുണ്ട്. ഇവർ പറയുന്നത് പ്രസിഡന്റ് ചെയ്തേ പറ്റൂ. പക്ഷേ 1978 44th അമെൻമെൻറ്റ് ആക്ട് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റിന് ഒരു തവണ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ വീണ്ടും അതേ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ക്യാരി ഔട്ട് ചെയ്യണം. ഇനി പ്രസിഡന്റിന് ഇതല്ലാതെ ഇന്ത്യയിലുള്ളത് സിറ്റുവേഷണൽ ഡിസ്ക്രിഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ഒന്നുമില്ല, സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ ഉണ്ട്. സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഷയങ്ങളിലാണ് അതുള്ളത്. ഒന്ന്, ഒരു ഹങ് അസംബ്ലി വന്നു കഴിഞ്ഞാൽ ലോക്സഭയിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ
ആരെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതേപോലെ തന്നെ നിലവിലുള്ള പ്രൈം മിനിസ്റ്റർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സഡൻ ആയിട്ട് മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ആരെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതും പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് പ്രസിഡന്റ് ഒറ്റ തവണ മാത്രമേ ഇന്ത്യയിൽ എക്സസൈസ് ചെയ്തിട്ടുള്ളൂ. 1984 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി മീറ്റ് ചെയ്ത് രാജീവ് ഗാന്ധിനെ അവരുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ രാജീവ് ഗാന്ധിനെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സെയിൽ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ മാത്രമേ പ്രസിഡന്റിനുള്ളൂ. നമ്മൾ ഈ പ്രസിഡന്റിനെയും ഗവർണറെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കിടയിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, പ്രസിഡന്റ് ഇലക്റ്റഡ് ആണ്, ഗവർണർ അൺഇലക്റ്റഡ് ആണെന്നുള്ളൊരു കേസ് ഉണ്ട്. പക്ഷേ ഇവരുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസിനകത്തുള്ള മേജർ ഡിഫറൻസ് ഇതാണ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റിൽ ബൈൻഡിങ് ആണ്, പക്ഷേ ഗവർണറിൽ നോട്ട് ബൈൻഡിങ് ആണ്. ഓക്കെ, ഗവർണറിൽ അത് ബൈൻഡിങ് അല്ല. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, ഓക്കെ, അത് കേട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഗവർണർക്ക് ഉണ്ട്. ഗവർണർക്ക് ഇനാക്ഷൻ എടുക്കാൻ പറ്റും, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും. രണ്ടാമത്തത്, ഗവർണർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഡിസ്ക്രിഷണറി പവേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റുകളിലാണ് പ്രസിഡന്റും ഗവർണറും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രസിഡന്റിന്റെ ഇലക്ഷൻ കേസാണ്, രണ്ട് ഇംപീച്ച്മെന്റ് ആണ്, മൂന്ന് ഈ പറയുന്ന പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങളൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെങ്കിലും പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ.